അപ്പോൾ പാലും പഴവും കണ്ടു. VKP ആണ് ഡയറക്ടർ. VKPയുടെ ഇതിനു മുന്നുള്ള സിനിമകളൊക്കെ നോക്കിയാൽ അറിയാം എന്തെങ്കിലും ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി തിരഞ്ഞൊരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്രിഞ്ച് ആയിപ്പോയി. ക്രിഞ്ച് ഇൻ ദ സെൻസ് തുടക്കം തൊട്ട് ഒടുക്കം വരെ നമുക്ക് പ്യൂർലി പ്രെഡിക്റ്റബിൾ ആണ് എന്താ നടക്കാൻ പോകുന്നത്. പിന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിൻ്റെ അകത്ത് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണ് വേറെ ലെവലായിരിക്കുന്നത്. അതായത് മീര ജാസ്മിൻ കുറേ നാൾക്ക് ശേഷം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ അശ്വിൻ ജോസ് നമ്മുടെ നെഞ്ചിനകത്തിൽ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കോസ്റ്റേഴ്സ് എല്ലാം ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഒരു ചളിപ്പ് തോന്നത്തില്ല, ഒരു മടുപ്പ് തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് തുടക്കം തൊടുക്കം വരെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ച്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു വൺ ടൈം വാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി കാണാൻ പോകുന്നുണ്ട്. അങ്ങനെയല്ല, ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമറൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പടം. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. ഞാൻ ഇത് മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ എന്തായാലും കാണണം സൂപ്പറോട് അങ്ങനെയൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു പടം. അപ്പം അങ്ങനെയുള്ള പടങ്ങൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാം. അല്ലെങ്കിൽ ഐ വിൽ റെക്കമെൻഡ് ഫോർ OTT.